ഏതായാലും ഇന്ന് നമ്മൾ തലസ്ഥാനം സംഘർഷഭരിതമാകുന്നതും കണ്ടു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDYF പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലും വടിയും എറിഞ്ഞതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതും. പ്രവർത്തകർക്ക് നേരെ പോലീസ് 7 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്തിരിയാതിരുന്ന പ്രവർത്തകർക്ക് നേരെ 4 തവണ കണ്ണീർ വാതകവും പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകർക്കടക്കം നിരവധി പേർക്ക് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച് സമരം തുടർന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് മാറ്റുന്നതിനിടെയും സംഘർഷമുണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ PK ഫിറോസ് തുടങ്ങിയവരെല്ലാം തന്നെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിവരങ്ങൾ റിനു, സഭയ്ക്കകത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ തെരുവിൽ പ്രതിഷേധിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ യുവജന സംഘടനകൾ. വലിയ രീതിയിലൊരു സംഘർഷമാണ് ഏറെ നേരം അവിടെ നീണ്ടുനിന്നത്. തീർച്ചയായും വിനീത, ഉച്ചയ്ക്ക് 12:45 കൂടിയാണ് സ്പെൻസർ ജംഗ്ഷനിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒപ്പം UDYFിൻ്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്, മാർച്ചുമായി നിയമസഭയിലേക്ക് എത്തിയത്. നിയമസഭയ്ക്കുള്ളിൽ നടന്ന അതേ രീതിയിലുള്ള സംഘർഷം പുറത്തുമുണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് പോലീസ് ഏകദേശം 9 തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർക്ക് നേരെ, 4 തവണ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പോലീസുകാർക്കും സാരമായി പരിക്കേറ്റു എന്നുള്ളതാണ്. ഏകദേശം 36ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് SAP ക്യാമ്പിനകത്താണ്. ഇവിടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർക്ക് എതിരെ ഇപ്പോൾ PDPP ആക്ട് ഉൾപ്പെടെ പോലീസ് ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ഇവരെ മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവരും, ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ചില പ്രവർത്തകർ SAP ക്യാമ്പിലേക്ക് എത്തി ഇവരെ സന്ദർശിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ പോലീസ് അകത്ത് കടത്തിവിട്ടുന്നില്ല. അത് ചെറിയ തോതിലൊരു വാക്കേറ്റത്തിനും സാഹചര്യം ഒരുക്കിയിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് അകത്തേക്ക് നിങ്ങളെ കടത്തിവിടാത്തത്? അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് സമരത്തിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവരാരെയും തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ, UDYFിൻ്റെ നേതാക്കന്മാരെ കയറി കാണുവാനോ സന്ദർശിക്കാനോ പോലീസ് സമ്മതിക്കുന്നില്ല. ഇവിടെ ഗേറ്റിൽ നേരത്തെ കടന്നു വന്ന യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ ആരെയും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്തതിൻ്റെ പേരിലാണ് നേരത്തെ ഒരു ചെറിയ വാക്കുകൾക്കും മറ്റു കാര്യങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ADGPക്ക് RSSകാരെ പോയി കാണാം. മറ്റ് സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കാം. അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രതികളാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത ആളുകളാണ്. അവരെ സന്ദർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിലാണ് നേരത്തെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഈ ഇവരെ കാണാനെത്തിയ വക്കീലന്മാരെ പോലും കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, വനിതാ അഡ്വക്കേറ്റാണ്. എന്താണ് പോലീസ് പറയുന്നത്? പോലീസ് പറയുന്നത് അഭിഭാഷകയെ പോലും കയറ്റിവിടില്ലെന്നാണ് പറയുന്നത്. അതിനകത്തൊരു വനിതാ നേതാവുണ്ട്, ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹി. അവർക്കൊരു മെഡിക്കൽ ആവശ്യമുണ്ട്. അപ്പോൾ അതെന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞു എനിക്കത് അത്യാവശ്യമാണെന്ന്, എനിക്കത് അവർക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. 1 മണിക്കൂറായി ഞാനിവിടെ വന്നിട്ട്. പോലീസ് എന്താ പറയുന്നത്? പോലീസ് കയറ്റി വിടില്ല എന്നാണ് പറയുന്നത്. അവരുടെ മുകളിലുള്ളവർ പറഞ്ഞെങ്കിൽ അവർക്ക് അതിനകത്തോട്ട് കയറ്റി വിടാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. വനിതാ പ്രവർത്തക ഇതിനകത്തുണ്ട്. അവർക്ക് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ മെഡിസിൻ എത്തിക്കണമെന്നാണ് അവരുടെ അഡ്വക്കേറ്റാണ് ഇവിടെയുള്ളത്. ഈ അഡ്വക്കേറ്റിനെ പോലും അകത്തേക്ക് കയറ്റിവിടുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ അറസ്റ്റിലുള്ള 36 പേരുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും ലഭിക്കുന്ന വിവരവും. ഈ 36 പേരെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായിട്ടെത്തും. അതിനുശേഷം മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പോലീസ് ഉള്ളിലേക്ക് കടത്തിവിടാത്തത് കൊണ്ട് തന്നെ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് നിലവിലുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും പോലീസുമായി നേരത്തെ തന്നെ ചില രീതിയിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു, വലിയ തോതിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പോലീസുമായി അവർ സംസാരിക്കുകയാണ് അകത്തേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി. പക്ഷേ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അഭിഭാഷക ഇവിടെയുണ്ട്. അഭിഭാഷകയെ പോലും നേരത്തെ അവർ ഏകദേശം മണിക്കൂറുകളോളമായി ഇവിടെ നിൽക്കുന്നു, അവരെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. ഇപ്പോൾ പോലീസുമായി സംസാരിച്ചതിനെ തുടർന്ന് അവരെ അകത്തേക്ക് കടത്തി വിടുന്നു എന്നുള്ളതാണ്. എന്തായാലും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷമാണ് അവിടെ തലസ്ഥാനത്ത് നമ്മൾ കാണുകയും ചെയ്തത്. UDYF പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ റിനു ശ്രീധർ വിവരങ്ങൾ നൽകുകയായിരുന്നു. നമുക്ക്